ഒരു ദിവസത്തെ 8ആയി തിരിച്ചാൽ ഏറ്റവും അധികം റോഡപകടങ്ങൾ നടക്കുന്നത് വൈകിട്ട് 6-നും രാത്രി 9-നും ഇടയിലാണെന്നാണ് കണ്ടെത്തൽ. മരിക്കുന്നവരിൽ 80%-ലധികവും ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ്. 2025-ൽ റിപ്പോർട്ട് ചെയ്ത 49,889 അപകടങ്ങളിൽ 3,733 പേർക്ക് ജീവൻ നഷ്ടമായി. 56,922 ആളുകൾക്ക് പരിക്കേറ്റപ്പോൾ വൈകിട്ട് 6-നും രാത്രി 9-നും ഇടയിൽ 10,594 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം 6 മണി തൊട്ട് 9 മണി വരെയാണ് മാക്സിമം നടക്കുന്നത്. മാക്സിമം ആൾക്കാർ മരിക്കുന്നതും റോഡ് അപകടങ്ങൾ മരിക്കുന്നതും ആ സമയത്താണ്. മാക്സിമം റോഡ്സും മാക്സിമം ആൾക്കാർ റോഡിൽ യാത്ര ചെയ്യുന്ന സമയം ആ സമയമാണ്. ഓഫീസ് കഴിഞ്ഞ് യാത്ര ചെയ്യുന്നതോ ഇല്ല ആൾക്കാർ എവിടെ പോകാനും വരാനും മാക്സിമം പോകുന്ന സമയം അതാ. ട്രാഫിക് സിഗ്നലുകൾ ഇല്ലാത്ത ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പോലീസ് നിയന്ത്രണമില്ലാത്ത ഇടങ്ങളിലും അപകടങ്ങളുടെ തോത് ഇരട്ടിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ പൊതുജനങ്ങളുടെ സഹകരണം പ്രധാനമാണെന്ന് പറയുകയാണ് പോലീസ്. 6 മണി തൊട്ട് 9 മണി വരെ 10,594 പേരാണ് ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നത്. അതിൽ മരിച്ചിരിക്കുന്ന ആൾക്കാർ 801. ഇപ്പം 800 പേര് മരിക്കുന്നുണ്ട്. ഇത് 2025 ഇതിൽ അതായത് ടോട്ടൽ മരണം 3,733 പേരാണ് 2025 മരണപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് 801 ആൾക്കാർ ഈ 6 മണി തൊട്ട് 9 മണി വരെ വൈകുന്നേരങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങളുടെ 68.24% ഗ്രാമീണ റോഡുകളിൽ സംഭവിക്കുമ്പോൾ മരണക്കണക്കും ഭീതിപ്പെടുത്തുന്നതാണ്. 72.70%. ദേശീയപാതകളിൽ 8,941 അപകടങ്ങളും സംസ്ഥാന പാതകളിൽ 11,264 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ ജില്ലാ റോഡുകളിൽ 29,684 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അപകടത്തിൽപ്പെടുന്നവരിലേറെയും ഇരുചക്രവാഹന യാത്രക്കാർ, അതായത് 53.36%. ബഹുഭൂരിപക്ഷം പേരും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന സാഹചര്യമുള്ള കൊണ്ട് പരമാവധി വേഗത്തിൽ വാഹനമോടിച്ച് വീട്ടിലെത്തുക എന്നുള്ള ഒരു ചിന്ത തലച്ചോറിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും മനഃപൂർവ്വമല്ല എങ്കിലും അഹങ്കാരം കൊണ്ടല്ലെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളുടെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വാഹന നിർമ്മാണ സമയത്ത് അതിൻ്റെ അമിത വേഗത എല്ലാ കൊല്ലവും വർദ്ധിപ്പിക്കത്ത രീതിയിലുള്ള പുതിയ തരം വാഹനങ്ങളും അതിൻ്റെ കൂടിയ BHPയും എക്സസീവ് സ്പീഡിംഗ് കപ്പാസിറ്റിയും പിന്നെ ഡ്രൈവിംഗ് എറേഴ്സും, ഇതുകൊണ്ടാണ് 80% ഡ്രൈവിംഗ് എറേഴ്സ് ആണെന്ന് SCRB കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാൽനടയാത്രക്കാർക്കും ഒട്ടും രക്ഷയില്ല. റോഡിന്റെ വശത്തുകൂടി നടന്നു പോകുന്നവരും അപകടത്തിൽപ്പെടുന്നുണ്ട്. 28.71% ശരാശരി അപകടത്തിൽപ്പെടുന്നവർ. അമിത വേഗത്തെ തുടർന്ന് 23,278 അപകടങ്ങൾ സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അമിതവേഗവും അശ്രദ്ധയും ട്രാഫിക് സിഗ്നലുകളുടെ ലംഘനവും മദ്യപിച്ചുള്ള വാഹനമോടിക്കലുമൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.